പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഒരിക്കൽ കൂടി ഇന്ന് നിങ്ങൾക്കറിയാം എന്തായിരിക്കും ചർച്ച ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? മാസ്റ്റർ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആധിക്യം കൊണ്ടായിരിക്കാം ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ചോദ്യോത്തരവേള 1 മണിക്കൂർ 20 മിനിറ്റ് നേരം അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പം അതിൽ ഈ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ജേക്കബ് സാർ, അദ്ദേഹം ഈ വേദം, ഉപനിഷത്തുകൾ, ഭഗവത്ഗീതയിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിനോട് കുറച്ച് നാളെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വിനയാന്വിതനായിട്ട് ഒരാളുമാണ് അദ്ദേഹം കുന്നംകുളത്തുകാരനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ ബ്രദേഴ്സ്മാരെയാണ്. അല്ല, ബ്രദർ തന്നെയാണ്, അങ്ങനെയാണ് ഞാൻ ഇനി കണക്കാക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് ഞാൻ അതിനെ പറയുള്ളൂ. കാരണം എനിക്ക് അദ്ദേഹത്തിനോട് താരതമ്യപ്പെടുത്താനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം മാസ്റ്ററോട് വളരെ ആഴത്തിലുള്ള ഗഹനമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കിന്ന് ചർച്ചയ്ക്ക് എടുക്കാം. ഈ കൊല്ലം മുഴുവൻ, ഇത് കേരളത്തിനുള്ള ജനുവരി മാസത്തിൽ അദ്ദേഹം തന്ന ഒരു മെസ്സേജ് ആയതുകൊണ്ട് ഈ കൊല്ലം മുഴുവൻ നമ്മൾ അതിൻ്റെ പല പല വശങ്ങളും ചർച്ച ചെയ്ത് സ്വായത്തമാക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് പ്രിസപ്റ്റർമാർ അത് മനസ്സിലാക്കി നമ്മളെ അഭ്യാസികളായിട്ട് ഇടപെടുമ്പോൾ ഈ മാസ്റ്റർ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് അഭ്യാസികളുമായിട്ട് ചർച്ച നടത്തുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും തോന്നുന്നു. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ മാസ്റ്ററുടെ ഒരു പുതിയ ബുക്ക് പുതുവർഷത്തിൽ കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നതായി, പവർ ഓഫ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് കോപ്പീസ് അവിടെ തന്നെ വിറ്റഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ മലയാളം എന്താണ്? വിരോധാഭാസത്തിൻ്റെ കരുത്ത് എന്ന് പറയും. പരസ്പര വൈരുദ്ധ്യങ്ങൾ, വിരോധാഭാസം എന്നല്ല നമ്മൾ പറയാം, കോൺട്രഡിക്ഷൻസ്, പാരഡോക്സ്. താരതമ്യേന വൈരുദ്ധ്യം തോന്നുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ ഉള്ളിലാണ് ജീവിതത്തിൻ്റെ ശക്തി അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് നമ്മുടെ ജേക്കബ് സാർ ഒരു റിവ്യൂ എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, എന്താണ് പവർ ഓഫ് പാരഡോക്സ്? വിരോധാഭാസത്തിൻ്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ചോദ്യമല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മൾ ജീവിതം എപ്പോഴും നമുക്ക് പല രീതിയിലുള്ള അത്ഭുതങ്ങളാണ് സമ്മാനിക്കുക. നമ്മൾ പ്രതീക്ഷിച്ചതല്ല ജീവിതത്തിൽ നടക്കുക പലപ്പോഴും. ഇപ്പോൾ ക്രിക്കറ്റ് ബോൾ വരുന്ന പോലെ ചിലപ്പോൾ സ്പിന്നായിട്ട് വരിക, ചിലപ്പോൾ ബൗൾ ചെയ്തിട്ട് വരിക, അങ്ങനെ പല രീതിയിലാണ് ക്രിക്കറ്റ് ബോൾ വരിക. എങ്ങനെ വന്നാലും നമ്മളത് പിടിക്കണം. അപ്പോൾ അതുപോലെ ജീവിതത്തിൽ പരസ്പര വൈരുദ്ധ്യമുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നത്. ചിലപ്പോൾ വൈരുദ്ധ്യമല്ല, ഒരേപോലത്തെ 2 കാര്യങ്ങൾ വരും. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുക, ഒരേപോലെയുള്ള ഗുണകരമായിട്ടുള്ള 2 ബിസിനസ്സുകൾ നമ്മളെ മുമ്പിൽ വരും. നമ്മൾ ഏത് സെലക്ട് ചെയ്യും? ഇപ്പോൾ വിവാഹാലോചനകൾ വരുന്നത് 2 ഒരേപോലെ ഫലപ്രദമായിട്ടുള്ള പ്രപ്പോസൽസ് വന്ന് നോക്കിയാൽ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? അപ്പോൾ വൈരുദ്ധ്യങ്ങൾ മാത്രമല്ല, സിമിലർ ആയിട്ടുള്ള ഒരേപോലുള്ള കാര്യങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഋതാജി പറഞ്ഞു, ഇംഗ്ലീഷിലെ ഒരു ഏറ്റവും വലിയ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പറയാണ്, ഞാൻ എപ്പോഴും കളവ് മാത്രമേ പറയാറുള്ളൂ. സത്യസന്ധമായിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞു എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എടുക്കുക? നമ്മൾ ഒന്നുകിൽ എടുക്കാം, ഇപ്പോൾ അയാൾ കളവ് മാത്രമേ പറയുള്ളൂ എന്നുള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞല്ലോ, അപ്പോൾ അയാൾ സത്യസന്ധനാണെന്ന് എടുക്കാം. പക്ഷെ അയാൾ ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കളവാണോ സത്യമാണോ എന്ന് എങ്ങനെ അറിയും? അപ്പോൾ വളരെ വൈരുദ്ധ്യമുള്ള, ഏറ്റവും വലിയ വൈരുദ്ധ്യമുള്ള ഒരു ചോദ്യമാണിത്. കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് തത്വചിന്തയിൽ. അപ്പോൾ അതുപോലെയാണ് വൈരുദ്ധ്യാത്മകമായിട്ടുള്ള
സാഹചര്യങ്ങൾ നമ്മൾ നേരിടാം. അപ്പം ആ സാഹചര്യങ്ങളിൽ ഇപ്പോൾ വൈരുദ്ധ്യത്തിൻ്റെ ഒരു സാഹചര്യം ഇപ്പം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരാൾ നേരെ തിരിച്ച് നമ്മളോട് പറയാണ്, എനിക്ക് നിങ്ങളോട് അഗാധമായ പ്രണയമാണ് എന്ന് പറഞ്ഞു നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ വ്യക്തിയെ ദുരുപയോഗം ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ മനസ്സ് ആലോചിക്കും, ഇദ്ദേഹത്തിന് എന്നോട് വളരെ സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സ് ആലോചിക്കും, അതിനിപ്പോൾ എന്താ കുഴപ്പം, അപ്പോൾ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. പിന്നീടാണ് ദുരുപയോഗം വരുന്നത്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ യാഥാർത്ഥ്യം നമ്മൾ എങ്ങനെ ഗ്രഹിക്കും? നമ്മളെങ്ങനെ യാഥാർത്ഥ്യം ഗ്രഹിക്കുക? ഹാർട്ട്ഫുൾനെസ് അഭ്യാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഹൃദയത്തിൻ്റെ വഴിയാണ്. നമ്മളെ ഹൃദയം എന്ത് പറയണു എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. രാജു പറഞ്ഞു, ഹൃദയം എപ്പോഴും നമ്മുടെ സമ്പൂർണമായിട്ടുള്ള വികാസത്തിനനുസരിച്ചുള്ള സിഗ്നൽസ് തരികയാണ്. സമ്പൂർണമായ വികാസം അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ചിലപ്പോൾ തോന്നും നമുക്ക് ഹൃദയത്തിൻ്റെ സിഗ്നല് നമ്മുടെ മനസ്സിന് യോജിച്ചതല്ല, മനസ്സ് യുക്തിക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഈ തീരുമാനമെല്ലാം എടുക്കേണ്ടതെന്ന് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പൂർണമായ വികാസത്തിനുള്ള സിഗ്നലാണ് ഹൃദയം എപ്പോഴും തന്നുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ഒരു പ്രശ്നമുള്ളപ്പോഴാണ് സിഗ്നൽ വരിക. നേരെ മറിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്ന സമയത്ത് ഹാർട്ട് സൈലൻ്റ് ആണ്. ദാജി ഉദാഹരണം പറയും, നമ്മുടെ കണ്ണ് നന്നായിട്ട് കാണുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെങ്കിൽ ഹൃദയം കണ്ണിനെ അഭിനന്ദിക്കില്ലോ, നന്നായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞൊരു അഭിനന്ദനം ഉണ്ടാവില്ല. നേരെ കുറച്ച് കാഴ്ച ക്ലിയർ അല്ലാതെ ആകുമ്പോഴാണ് ഈ സിഗ്നൽ വരെ, കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം അബദ്ധത്തിലേക്ക് പോകുമ്പോഴാണ് ഹൃദയം നമ്മളെ സിഗ്നൽ തരുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ സിഗ്നൽ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഹൃദയവും മനസ്സും തമ്മിലുള്ള ഈ കാന്തിക മണ്ഡലത്തിൻ്റെ പ്രസക്തി നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടിനെയും പരിശുദ്ധമാക്കി വയ്ക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ള ഭാഗമാണ്. ഇപ്പോൾ ഹൃദയത്തിനെ എടുത്തു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് മനസ്സ്. ഹൃദയം എന്ന് പറഞ്ഞാലോ മനസ്സിൻ്റെ ആഴത്തിലുള്ള ഭാഗമാണ് ഹൃദയം. അപ്പോൾ ഹൃദയവും മനസ്സെന്ന് പറയുന്നത് ഒരേ യൂണിറ്റാണ്, ഒരു കാന്തിക മണ്ഡലമാണ്. അപ്പം ആ കാന്തിക മണ്ഡലത്തിൻ്റെ പരിശുദ്ധിയാണ് നമ്മൾ ജീവിതത്തിന് ഡയറക്ഷൻ തരുന്നത്. അപ്പം അതിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതെന്താണ്? അതാണ് ധ്യാന പരിശീലനം. അപ്പോൾ ധ്യാന പരിശീലനത്തിലൂടെ ഹൃദയത്തെയും മനസ്സിനെയും വേണ്ട രീതിയിൽ നമ്മൾ ശുദ്ധമാക്കി ക്രമീകരിച്ചു വയ്ക്കുന്ന സമയത്ത് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും നമ്മുടെ സമഗ്രമായ വികസനത്തിനുള്ള സിഗ്നൽസ് ആയിരിക്കും ഹൃദയം തരുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പരസ്പര വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. കാരണം ഇത് പവർ ഓഫ് പാരഡോക്സ് അല്ലേ എൻ്റെ ഹെഡിങ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളൊന്നും ശാസ്ത്രം അറിയാത്ത ആൾക്കാരും കൂടി ഇതിൻ്റെ ശാസ്ത്രീയത എന്താണെന്ന് ചോദിക്കും. പല ശാസ്ത്ര സത്യങ്ങളും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിസം ഒന്നും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കാത്ത ആളുകൾ പോലും ശാസ്ത്രീയത എന്താണെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്, അല്ലേ? മുമ്പെയൊക്കെ ഒരു ശാസ്ത്രീയ തത്വം കണ്ടുപിടിച്ച് അത് മതത്തിനോ ആത്മീയതയ്ക്കോ എതിരായിരുന്നുവെങ്കിൽ ഈ ശാസ്ത്രജ്ഞനെ അവസാനിപ്പിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു. അതായത് മതവും ആധ്യാത്മിക തത്വങ്ങളും ശാസ്ത്രത്തിനെതിരായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് പകരം വീട്ടുന്ന പോലെ എന്താണ്? ഇന്ന് മതത്തിൻ്റെയോ അല്ലെങ്കിൽ ആത്മീയതയോ തത്വം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ആളുകൾ. അപ്പോൾ അതിൻ്റെ റിവേഴ്സായിട്ട് വന്നിരിക്കുക. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് വേണം എല്ലാത്തിനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആത്മീയതയും ശാസ്ത്രവും ഇത് പരസ്പരം വൈരുദ്ധ്യം തോന്നുന്നു നമുക്ക്, അല്ലെങ്കിൽ ആത്മീയതയുടെ ശാസ്ത്രീയത എന്താണ് എന്നാണ് ചോദ്യം. വളരെ പ്രകടമായ ചോദ്യമല്ലേ അത്?
അത്തരം ചോദ്യം. അപ്പോൾ ദാജി പറഞ്ഞത്, നമ്മളൊരു ആത്മീയ സമ്പ്രദായം നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അത് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ട് നമുക്ക് എങ്ങനെ ഗുണകരമാണ് എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. സ്വാഭാവികമല്ലേ? അതിൽ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആത്മീയ പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധത്തിൻ്റെ വികാസം എന്നാണ് എല്ലാ ആത്മീയ ശാസ്ത്രങ്ങളും പറയുന്നത്. ബോധത്തിൻ്റെ വികാസം അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ആത്മീയ തത്വം പറയുന്നത്. ഇത് ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് അത് പറയണത്? നമ്മൾ രാമായണം തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ശ്രീരാമനും വസിഷ്ഠനും കൂടിയിട്ടുള്ള സംവാദം, വസിഷ്ഠ സംഹിത, യോഗവാസിഷ്ഠം, അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. അതിൽ ബോധത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് പറയുന്നത്. അഷ്ടാവക്ര ഗീത, അഷ്ടാവക്രനും ജനക മഹാരാജാവും തമ്മിലുള്ള സംവാദം. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭഗവത്ഗീത, അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംവാദം. ശങ്കരാചാര്യരുടെ അദ്വൈത ഫിലോസഫി, അദ്വൈത തത്വചിന്ത. ഇതൊക്കെ ബോധത്തിൻ്റെ വികാസമാണ് ജീവിത ലക്ഷ്യം എന്ന് പറയും. പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം മഹത് വ്യക്തികളുടെ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പം മഹത് വ്യക്തികളുടെ അനുഭവങ്ങളാണ് ആത്മീയ ശാസ്ത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോഴാണ് എന്ത് വരുന്നത്? ശാസ്ത്രത്തിൻ്റെ പ്രസക്തി വരുന്നത്. ശാസ്ത്രീയമായിട്ട് അതിനെ എങ്ങനെ നമുക്ക് തെളിയിക്കാം? എന്താ കാരണം? ശാസ്ത്രം ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിനെ വെരിഫൈ ചെയ്യാണ്, വീണ്ടും വീണ്ടും ഉറപ്പുവരുത്താണ്. നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാവുന്ന വ്യവസ്ഥാപിതമായ ജ്ഞാനം എന്നാണ് സയൻസിനെ നിർവചിക്കുന്നത്. നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കണം. അങ്ങനെ വരുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ജ്ഞാനമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റും? ബോധത്തിനെ. ഇപ്പോൾ ആത്മീയതയിൽ പറയും, യോഗികൾ തുരീയാവസ്ഥ എന്നുള്ള 4ാമത്തെ അവസ്ഥയാണ് ആത്മീയ പുരോഗതിയിൽ ഒരാൾ നേടിയെടുക്കുന്നതെന്ന് പറയും. എന്താണ് തുരീയാവസ്ഥ എന്ന് വിശദീകരിക്കാൻ സാധിക്കും? അപ്പോൾ ഇത് 4ാമത്തെ അവസ്ഥ എന്ന് പറയണു. 4ാമത്തെ അവസ്ഥയാണ് തുരീയമെങ്കിൽ മറ്റ് 3 അവസ്ഥകൾ ഏതാണ്? ആത്മീയശാസ്ത്രങ്ങൾ പറയാം, ഒരു മനുഷ്യന് 3 അവസ്ഥകളാണ് നമുക്ക് പരിചയമുള്ളത്. ഏതൊക്കെയത്? ജാഗ്രത, ഉണർന്നിരിക്കുന്ന അവസ്ഥ. നമ്മളിങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരായിട്ടൊക്കെ ഇടപെടുന്നു, ജാഗ്രതാവസ്ഥ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ നിർവഹിക്കുന്ന ആ അവസ്ഥ. പിന്നെയോ നമ്മൾ ഉറങ്ങാൻ പോകും, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്വപ്നാവസ്ഥ. അങ്ങനൊരു അവസ്ഥയില്ലേ? അതിന് ശാസ്ത്രത്തിൽ REM സ്ലീപ്പ് എന്ന് പറയാം, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഉറക്കമാണോ വെച്ചാൽ ഉറക്കല്ല, നമ്മുടെ ഐബോൾസ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനാണ് REM എന്ന് പറയുക ഒരു സൈക്കോളജികൾ, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. അങ്ങനെയുള്ള സ്ലീപ്പ്, അതിനാണ് ഡ്രീം എന്ന് പറയുന്നത്, സ്വപ്നം. പിന്നെയോ ഡീപ്പ് സ്ലീപ്പിന് അവർ NREM എന്ന് പറയാം, നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. അതായത് ഐബോൾസ് ഒന്നും ഇളകില്ല, ഡീപ്പായിട്ടുള്ള ഉറക്കം, അതിനെ സുഷുപ്തി എന്ന് പറയും. അപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന 3 അവസ്ഥ. ഇതിനെ അപ്പോൾ തുരീയാവസ്ഥ എന്താണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനായിട്ട് നമ്മൾ ECG മെഷീൻ ഉപയോഗിക്കും, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹൃദയം ശരിക്കാണോ വർക്ക് ചെയ്യുന്നത്? അപ്പം എന്താ വെച്ചാൽ ഈ ഹൃദയത്തിൻ്റെ കാന്തിക മണ്ഡലമാണ് അതിൽ കാണിക്കുക. വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. അതിൻ്റെ രീതി അനുസരിച്ച് ഹൃദയം ശരിയായ രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. തലച്ചോറിൻ്റെ വൈദ്യുത കാന്തിക മണ്ഡലങ്ങളെ സ്റ്റഡി ചെയ്യണതാണ് EEG എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ബ്രെയിൻ സെൽസ്, ന്യൂറോൺസ് ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് 2 ന്യൂറോണിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിനെ സൈനാപ്സ് എന്ന് പറയും. അപ്പോൾ ആ സൈനാപ്സ് കൂടെ ഈ ഫയറിങ് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന വൈദ്യുത കാന്തിക മണ്ഡലം നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ചിന്തകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ വൈദ്യുത കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടാവും. ചിന്തകളുടെ എണ്ണം കുറയുന്ന സമയത്തും ഈ മണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇത് നമുക്ക് EEG ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് മെഷർ ചെയ്യാം, അളക്കാൻ പറ്റും, ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ ജാഗ്രതാവസ്ഥയിൽ EEGയിൽ വൈബ്രേഷൻസ് കാണിക്കും, 50, 60, 300 വരെ കാണിക്കും. ഹെഡ്സ് പെർ സെക്കൻഡ്, അതാണ് അതിൻ്റെ അളവ്. 50 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയാം വൈദ്യുത കാന്തിക മണ്ഡലം. ഉറങ്ങാൻ പോകുമ്പോഴേക്കും എന്താ ഉണ്ടാവുക? ഈ കാന്തിക മണ്ഡലം കുറയും, വൈബ്രേഷൻസ് കുറയും, 10, 15 എത്തും. ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്ത് 3-നും 5-നും ഇടയ്ക്ക് ഹെഡ്സ് പെർ സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ EEGയിൽ നമ്മുടെ തലച്ചോറിൻ്റെ വൈദ്യുത കാന്തിക മണ്ഡലം. അപ്പോൾ 3 തൊട്ട് 5 വരെയുള്ള ഹെഡ്സാണ് EEGയിൽ കാണിക്കുന്നത് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വ്യക്തി നല്ല ഉറക്കത്തിലാണ്, സുഷുപ്തിയിലാണ്. അതിനെ ഡെൽറ്റ വേവ്സ് എന്നാണ് പറയുക അവർ. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ 4 തരത്തിലുള്ള വേവ്സാണ് ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി അതിലൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയ ബ്രെയിൻ വേവ്സ് അതിനെ കുറഞ്ഞു വന്ന് 3 തൊട്ട് 5 വരെ വരുമ്പോൾ അതിനെ നമ്മൾ ഡെൽറ്റ വേവ്സ് എന്ന് പറയും, ഡീപ്പ് സ്ലീപ്പ്. ഇനി ട്രാൻസ്മിഷനോടുകൂടി ഒരാൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ കോളേജ് സ്റ്റുഡൻസിലാണ് അത് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് പരിശീലനം നടത്തി നോക്കിയത്. പല ഗ്രൂപ്പുകളായി തിരിച്ച് അവരിൽ EEG മെഷീൻ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതിയോടുകൂടി ധ്യാനിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ EEGയിൽ 95% ആളുകളിലും EEGയിൽ ഡെൽറ്റ വേവ്സ് ആണ് കണ്ടത്. ഡെൽറ്റ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഷുപ്തി അവസ്ഥ പോലെയുള്ള വൈബ്രേഷൻസ് ആണ് കാണുന്നത്. കാരണം മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ള മെഷീൻ കാണിക്കില്ല, അതായത് റെക്കോർഡ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഡെൽറ്റ വേവ്സ് കണ്ടു ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള മെഡിറ്റേഷനിൽ. പക്ഷേ സുഷുപ്തിയുടെ തരംഗങ്ങളാണത്. പക്ഷേ ഇയാൾ ഉറങ്ങാണോ? അല്ല, അയാളുടെ ബോധം ഉണർന്നിരിക്കുകയാണ്. അപ്പം ബോധം ഉണർന്നിരിക്കുന്നു, ആന്തരിക നില സുഷുപ്തി പോലെ. ആ അവസ്ഥേനെ പറയുന്ന പേരാണെന്ത്? 4ാമത്തെ അവസ്ഥയിലുള്ള തുരീയം. അപ്പം ഇത് ആദ്യമായിട്ട് ഈ പരീക്ഷണം നടത്തിയത് 10,000 മണിക്കൂറുകൾ ധ്യാനം ചെയ്തിട്ടുള്ള ബുദ്ധമത സന്യാസികളിലാണ് ആദ്യമായിട്ട് ഈ ഡെൽറ്റ വേവ്സ് കണ്ടത്. 10,000 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തത്, മെഡിറ്റേഷൻ ഒരു റെഗുലർ പരിശീലനമാക്കിയിട്ടുള്ള ബുദ്ധ സന്യാസികളിൽ ഈ ഡെൽറ്റ വേവ്സ് കണ്ടു. അതായത് സുഷുപ്തിയിലുള്ള പോലെ ആന്തരിക നില, പക്ഷെ അവർ ഉണർന്നിരിക്കുന്നു. ട്രാൻസ്മിഷനോട് കൂടിയുള്ള ഫസ്റ്റ് സിറ്റിങ്ങിലാണ് ഇത് കണ്ടത്, അത് കോളേജ് സ്റ്റുഡൻസിൽ.